ഓണം അടുത്തതോടെ തലശ്ശേരിയിൽ വഴിയോര വിപണിയും സജീവമായി. തമിഴ്നാട്, കൊൽക്കത്ത, പാലക്കാട്, തിരുവല്ലാമല, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാരാണ് കൂടുതലായും കച്ചവടത്തിനായി എത്തിയത്. പോക്കറ്റ് കാലിയാകാതെ ഓണം ആഘോഷിക്കാൻ സാധാരണക്കാരിൽ ഭൂരിഭാഗവും ആശ്രയിക്കുന്നത് തെരുവ് കച്ചവടക്കാരെ തന്നെയാണ്. തിളക്കമുള്ള കുഞ്ഞുടുപ്പുകൾ, ഈടുറ്റ ബെഡ്ഷീറ്റുകൾ, പില്ലോ കവറുകൾ, മാറ്റുകൾ തുടങ്ങിയ തുണി ഉൽപ്പന്നങ്ങളുമായി ഓണവിപണി ലക്ഷ്യമിട്ട് നഗരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കച്ചവട സംഘങ്ങളും തലശ്ശേരിയിൽ സജീവമായി. പഴയ ബസ് സ്റ്റാൻഡ് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്താണ് വഴിയോര കച്ചവടക്കാർ കൂടുതലായും ഉള്ളത്. 180 രൂപ മുതൽ തുടങ്ങുന്നു കുഞ്ഞുടുപ്പുകളുടെ വില. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം നന്നായി നടക്കുന്നുണ്ടെന്ന് 25 വർഷമായി ഓണത്തിന് തലശ്ശേരിയിലെത്തിയ തെരുവോര കച്ചവടം ചെയ്യുന്ന തിരുവല്ലാമല സ്വദേശി കൃഷ്ണൻ പറഞ്ഞു. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും തെരുവോര കച്ചവടക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. സാധാരണഗതിയിലുള്ള എല്ലാ ബെഡ്ഷീറ്റും എല്ലാ ഐറ്റങ്ങളും സാധാരണ ഇവിടെ കൊടുക്കും പോലെ തന്നെ ചെറുമാതിരി വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ കൂടെ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി ആളുകളും ഞങ്ങൾക്കൂടെ നല്ലോണം സഹകരിച്ചതുകൊണ്ട് കൊറോണ കാലത്തും വെള്ളപ്പൊക്കം വന്ന കാലത്തും ഇതേ പഴയ ബസ് സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ പാലക്കാട്, തൃശ്ശൂർ ജില്ലയിലെ ആളുകളെല്ലാം മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പല രാജ്യത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് കച്ചവടം ചെയ്ത് പാരമ്പര്യമായിട്ട് ഒരു 10-25 വർഷങ്ങളായിട്ടുള്ള ആളുകളാണ് ഇവിടെ കച്ചവടം ചെയ്തു പോകുന്നത്. ഈ നാട്ടുകാരെല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് നല്ല കച്ചവടമാണ്. മഴയുണ്ടെങ്കിലും കൂടി അത് വെലുങ്ങനൊന്നും ബാധിക്കണില്ല. മഴ പെയ്തു പോകുന്നത് കൊണ്ട് നന്നായി. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ. എല്ലാ സാധനത്തിനും വില കുറവാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.